ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാട്ടോ. ഭയങ്കര സ്പെഷ്യൽ അല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ചിക്കൻ കറി കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ, ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഒരു 1/2 കിലോ ചിക്കന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2, 3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 7 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 7 കാഷ്യൂ നട്ട്സ്, പിന്നെ ഒരു 5 ബദാം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളകാണ് കേട്ടോ. ഞാനിവിടെ മുഴുവനോടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് അതിലേക്ക് നമ്മൾ സവാള വഴറ്റിയല്ല ചേർക്കുന്നത്, വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു സവാള വറുത്തെടുത്തതാണ്. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തെറിക്കേണ്ട, ഞാൻ ഒഴിക്കുമ്പോൾ എപ്പോഴുള്ളതാണ് തെറിച്ചു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കേണ്ട, നമുക്കിപ്പോൾ ഉടനെ ആവശ്യമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പായാലും തൈരായാലും എന്തായാലും ഞാനിടുമ്പോൾ എന്തായാലും ഒന്ന് തെറിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതേപടി തന്നെ ഞാൻ അടുപ്പിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ എടുത്ത പാത്രം ഞാൻ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ്, വേറെ പ്ലേറ്റിലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പാത്രം മാറ്റിക്കോണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നേരത്തെ സവാള വറുത്ത് വെച്ച അതേ എണ്ണയിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തീ കത്തിച്ച് അത് നന്നായിട്ട് ഇളക്കി തന്നെ കുറച്ച് നേരം വേവിക്കണം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഇളക്കി വേവിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ അടി പിടിച്ച് പോവാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കരിഞ്ഞു പോകത്തൊന്നുമില്ല, പക്ഷേ ഇളക്കി കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിയെന്ന് തോന്നിയതിന് ശേഷം നേരത്തെ നമ്മൾ അരപ്പരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നുമല്ല, നമ്മളെ അരപ്പരച്ച അതേ ജാറ് തന്നെ കേട്ടോ. ഞാൻ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമ്മളെ ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും, എണ്ണ ചൂടാക്കിയതിന് ശേഷമല്ലേ ചിക്കൻ വെച്ച് കൊടുക്കാനുള്ളത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ എന്തിനാണ് അങ്ങനെ ചെയ്യണത്? കാരണം ഞാൻ സവാള മൂപ്പിച്ച അതേ എണ്ണയിൽ തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. ചൂടാക്കിയ എണ്ണയായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ഒരു പാത്രം എടുത്ത് എന്തിനാ അതും കൂടി കഴുകുന്നതെന്നേ. നിങ്ങൾക്ക് പാത്രം കഴുകാൻ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മസാല പുരട്ടി ചിക്കൻ വെച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ എളുപ്പമല്ലേ, വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ഇത് പൊറോട്ടയുടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പുട്ടിൻ്റെ കൂടെ കഴിച്ചാലും കൊള്ളാം, എന്തിൻ്റെ കൂടെ കഴിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.